ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു വെറൈറ്റി വിഭവവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. പേരാണ് ഫുഫു. ഫുഫു ആഫ്രിക്കക്കാരുടെ ട്രഡീഷണൽ ഫുഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഫുഫു ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മരച്ചീനിയാണ്, ശേഷം 2 ഏത്തക്കായി. അപ്പോൾ അതിന് ഞാൻ കട്ട് കളഞ്ഞിട്ടാണ് മരച്ചീനി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തിളപ്പിച്ചു, ഒരു ഹാഫ് ബോയിലിംഗ് കൊടുത്തു. അതിനുശേഷം അതിനെ ഊറ്റി മാറ്റി തണുപ്പിക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം അതിനെ കൊത്തി അരിഞ്ഞ് അതിനകത്തെ നാരൊക്കെ കളഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏത്തക്കായും കൂടി അരിഞ്ഞ് ഇട്ട് നല്ല പോലെ അടിച്ചെടുക്കുന്നു. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുന്നു, ഉപ്പും കൂടി അതിലേക്ക് ഇടുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ഫുഫു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സത്യത്തിൽ ആഫ്രിക്കക്കാർ ഫുഫു ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ട വീഡിയോ, സത്യം പറഞ്ഞാൽ അവർ കട്ടൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് പച്ചയ്ക്ക് തന്നെ കട്ട് ചെയ്ത് എല്ലാം കൂടി ജാറിലേക്കിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത്. നല്ല പോലെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതത്ര ഹെൽത്തി അല്ല. നമ്മൾ അതിൻ്റെ കട്ട് കളയണം, എന്നാലേ അത് ഹെൽത്തി ആവുള്ളൂ ഫുഡ് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ തിളപ്പിച്ച് അതിൻ്റെ ഇത് കളഞ്ഞു, കട്ടൊക്കെ കളഞ്ഞു. ശേഷം അരച്ചെടുത്തു. സത്യത്തിൽ അല്പം പോലും തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. ഞാൻ മിക്സി ഇടയ്ക്ക് നല്ല പണി തന്നു. അത് കാരണം എനിക്ക് നല്ല പോലെ അരച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചെറിയ തരിതരിപ്പ് ഇതിലുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പില്ലാത്ത രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നോൺ സ്റ്റിക്കാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഒഴിച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നല്ല ഒരു സ്റ്റിക്കി ടൈപ്പിലൊരു ഫുഡ് ഇവിടെ റെഡിയാവും. നമ്മുടെ പശയൊക്കെ ഇങ്ങനെ ഒട്ടുന്ന മാതിരി ഒരു ഫീലിലാണ് അത് റെഡിയായി വരിക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഏത്തക്കായൊക്കെ ഉൾപ്പെട്ടത് കൊണ്ടായിരിക്കണം ഈ ഒരു വലിവ്. അപ്പോൾ അതിങ്ങനെ ലാസ്റ്റ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബോളൊക്കെ പോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്താൽ അങ്ങനെ വരും, ഒരു ജെല്ലി ടൈപ്പ് പോലെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഫുഫുവിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആഫ്രിക്കക്കാർക്ക് ഇത് വലിയ സംഭവമാണ്. ഇത് അവരുടെ ട്രഡീഷണൽ ഫുഡാണ്. അവർക്ക് ഇതില്ലാതെ ഒരു എന്താ പറയുക, നമുക്ക് റൈസ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവർക്ക് ഇതില്ലാതെ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി നമ്മൾ നോക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫുഫു ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഓക്കെ, കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.